Measures of dispersion or measures of variability. Dispersion എന്ന് പറഞ്ഞാൽ dispersion refers to the variability in the size of the item. It speaks about the spread or scatter of the values in a series. ഇതൊക്കെ എന്താണെന്ന് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. Measures of dispersions are classified into absolute measures and relative measures. Absolute measures of dispersions are expressed in the same units in which the data are collected. They measure variability in a series. ഇതൊക്കെ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. Range. Various absolute measures of dispersions are range. Measures of dispersions in the അതായത് സെൻട്രൽ ടെൻഡൻസി നമ്മൾ പഠിച്ചല്ലോ, മീൻ മീഡിയം മോഡൊക്കെ ആവറേജ് ഒക്കെ. അതുപോലെ with the absolute measures of dispersions എന്ന് പറയുന്നത് range, quartile deviation, mean deviation, standard deviation. Then a relative measure of dispersion is the ratio of the measures of dispersion to an appropriate average from which deviations are measured. It is also called coefficient of dispersion. ഇപ്പോൾ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ മറ്റൊരു പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്പെർഷൻ. റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷൻസ് ആർ യൂസ്ഫുൾ ഫോർ കമ്പയറിംഗ് ടു സീരീസസ് ഫോർ ദെയർ വേരിയബിലിറ്റി. Greater the values of relative measure of dispersion in a series, greater is the variability in that series. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ സേവാഗും ദ്രാവിഡും രണ്ടുപേരും ആരാണ് കൂടുതൽ കൺസിസ്റ്റന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഒരു ഇന്നിങ്സ് ഇറങ്ങി കഴിഞ്ഞാൽ കൂടുതൽ പിടിച്ചിരുന്ന് റൺ എടുക്കാനുള്ള പോസിബിലിറ്റി. ഒരുപക്ഷെ സേവാഗ് പെട്ടെന്ന് അടിച്ച് റൺ സ്കോർ ചെയ്യുമായിരിക്കാം, പക്ഷെ കൺസിസ്റ്റൻസി കൂടുതൽ ദ്രാവിഡിനാണ്. കാരണം ദ്രാവിഡ് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു മിനിമം റണ്ണോ സ്കോർ ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് സേവാഗിന്റെ ഇന്നിങ്സുകൾ നോക്കി റൺസുകൾ നോക്കി, ദ്രാവിഡിന്റെ ഇന്നിങ്സുകൾ നോക്കി റൺസുകൾ നോക്കി, ഉണ്ട് അതിലെ അവരുടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ കണ്ടുപിടിക്കും ആർക്കാണ് കൂടുതൽ കൺസിസ്റ്റൻസി എന്ന്. ആ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാക്കുന്നത് ഈ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ വെച്ചിട്ടാണ്. അതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കാണും. നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ കൂടും തോറും വേരിയബിലിറ്റി കൂടും. വേരിയബിലിറ്റി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി കൂടും, വേരിയബിലിറ്റി കൂടാന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി കുറയും. ഞാൻ നേരത്തെ തെറ്റി പറഞ്ഞു, വേരിയബിലിറ്റി കൂടാന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി കുറയും. ഓക്കെ, ദി ഇമ്പോർട്ടൻറ്റ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് dispersions are coefficient of range, coefficient of quartile deviation, coefficient of mean deviation, coefficient of variation. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടല്ലോ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഇതൊക്കെ ആബ്സൊല്യൂട്ട് മെഷേഴ്സ് ആയിരുന്നു. അതിൻ്റെ ഒക്കെ കൂടെ കോഎഫിഷ്യന്റ് വെച്ച് എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് റിലേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. Then first one, the most commonly used relative measure of dispersion is coefficient of variation. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ സേവാഗിന്റെയും ദ്രാവിഡിന്റെയും കാര്യം, അവരിലെ ആരാണ് കൺസിസ്റ്റന്റ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് റിലേറ്റീവ് മെഷർ എന്ന് പറയുന്നത് ഡിസ്പെർഷൻ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഇതൊക്കെ നമ്മൾ താഴെ ഓരോ പ്രോബ്ലം ആയിട്ട് ചെയ്തു പോകുന്നതാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, range. Range is the simplest possible measure of dispersion. It is the difference between the highest and the lowest values in a series. So the range equal to highest value minus lowest value. പറയാം, range എന്ന് പറഞ്ഞാൽ highest value minus lowest value, that is h minus l. Range therefore measures the maximum variation in the values of a series. Range is absolute measure. Range ഒരു absolute measure ആണ്. അതിന് corresponding the relative measure based on range is coefficient of range. Range ഒരു absolute measure ആണ്. അതിന് corresponding നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന relative measure എന്ന് പറയുന്നത് coefficient of range ആണ്. അതിന്റെ ഫോർമുല h minus l by h plus l. Then range in individual series.
നോക്കാം. ഈ തന്നിട്ടുള്ള വാല്യൂസിൻ്റെ റേഞ്ചും കണ്ടുപിടിക്കണം, കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചും കണ്ടുപിടിക്കണം എന്ന് കരുതാം. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ ഏറ്റവും വലിയ വാല്യൂ എന്താണെന്ന് നോക്കാം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാം, അസെൻഡിങ് ഓർഡറിൽ എഴുതാം, ഡിസെൻഡിങ് ഓർഡറിലൊക്കെ എഴുതാം. അതിന് നിർബന്ധമൊന്നുമില്ല. ഇതിൽ ഏറ്റവും വലിയ വാല്യൂ 85 ആണ്, ഏറ്റവും ചെറുത് 10 അല്ലേ? അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? റേഞ്ച് ഇസ് ഈക്വൽ ടു ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ, ദാറ്റ് ഇസ് എച്ച് മൈനസ് എൽ, ദാറ്റ് ഇസ് ഈക്വൽ ടു എച്ച് എന്ന് പറഞ്ഞാൽ 85 മൈനസ് എൽ എന്ന് പറഞ്ഞാൽ 10, ദാറ്റ് ഇസ് ഈക്വൽ ടു 85 മൈനസ് 10, ദാറ്റ് ഈസ് 75. Then coefficient of range is equal to h minus l by h plus l. ഇതാണ് നമ്മുടെ ഫോർമുല. That is 85 minus 10 by 85 plus 10. That is 75 by, ഇത് കാണാത്തതുകൊണ്ടാണ് ഇങ്ങനെയാണ്, 75 by 85 plus 10, 95. ഇതാണ് ഇതിൻ്റെ ആൻസർ. 75 by 95 ആണ് ഇതിൻ്റെ ആൻസർ. ഇതാണ് ഇതിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ. ദെൻ റേഞ്ച് ഇൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. എക്സാമ്പിളിലൂടെ തന്നെ കാണാം. വേജ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് എംപ്ലോയീസ് 3 പേർക്ക് 10, 5 പേർക്ക് 15, 12 പേർക്ക് 18, 8 പേർക്ക് 20, 6 പേർക്ക് 25. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് ആണ്. ഹയസ്റ്റ് എത്രയാ? 6 പേർക്ക് 25 ഉണ്ട്, അപ്പോൾ 25 അതാണ് ഹയസ്റ്റ്, മൈനസ് ലോവസ്റ്റ്. ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര? ഇവിടെ 10 ആണ്. 25 മൈനസ് 10, 15 ആണ് ഇവിടുത്തെ റേഞ്ച്. ദെൻ അതിൻ്റെ യൂസാണ് നോക്കാം. ദെൻ 2 പ്രോബ്ലംസ് ആണ്, നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. മറ്റൊന്ന് നോക്കാം. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഓർ സെമി ഇന്റർക്വാർട്ടൈൽ റേഞ്ച്. ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ മറ്റൊരു പേരാണ് സെമി ഇന്റർക്വാർട്ടൈൽ റേഞ്ച്. Quartile deviation is defined as half the distance between the third and the first quartiles. Quartile deviation is equal to Q3, ഇതാണ് തേർഡ് ക്വാർട്ടൈൽ, Q3 മൈനസ് Q1, that is ഫസ്റ്റ് ക്വാർട്ടൈൽ, ഡിവൈഡ് ബൈ 2. ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് എന്താണ്? Q3 മൈനസ് Q1, that is ഡിഫറൻസ് ഓഫ് തേർഡ് ക്വാർട്ടൈൽ ആൻഡ് ഫസ്റ്റ് ക്വാർട്ടൈൽ. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. ദെൻ ഹാഫ് എന്ന് പറയുന്നതുകൊണ്ടാണ് ബൈ 2 ചെയ്തത്. Quartile deviation is an absolute measure and the corresponding coefficient of dispersion is quartile deviation എന്ന് പറഞ്ഞാൽ absolute measure. അപ്പോൾ അതിൻ്റെ corresponding measure of dispersion എന്ന് പറയുന്നത് Q3 minus Q1 divided by Q3 plus Q1. ഇനി എങ്ങനെയാണ് Q1 Q2 കണ്ടുപിടിക്കുക എന്നാണ് അടുത്ത് കാണാൻ പോകുന്നത്. QD, quartile deviation in individual series. So Q1 is equal to n plus 1 by 4th item, size of n plus 1 by 4th item when the items are in the ascending order of their magnitude. Then Q3 is equal to size of n plus 1 by 4 into 3th item. ഇതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. QD is equal to Q3 minus Q1 by 2 and in interquartile range, that is ഇതാണ് quartile deviation. Interquartile range എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് വേണ്ട, Q3 minus Q1. Compute the quartile measure of dispersion, interquartile range and coefficient of quartile deviation for the following values. ഈ തന്ന വാല്യൂസിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. എന്ത് ചെയ്തു? ഇതിനൊക്കെ അസെൻഡിങ് ഓർഡറിൽ എഴുതി. എത്ര നമ്പർ ഉണ്ട്? 11 നമ്പർ ഉണ്ട്. അപ്പം എന്താ നമ്മുടെ ഫോർമുല? സൈസ് ഓഫ് n plus 1 by 4th item, ദാറ്റ് ഈസ് സൈസ് ഓഫ് n എന്ന് പറയുന്നത് 11, 11 plus 2 12, 12 by 4 3. തേർഡ് ഐറ്റം എന്ന് പറയുന്നത് എന്താ? 10 ആണ്. സോ Q1 is equal to 10. അതുപോലെ Q3 is equal to size of n plus 1 by 4 into 3th item, that is n plus 1 by 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ആണ്. 3 into 3 9. സോ 9th item എന്ന് പറഞ്ഞാൽ എണ്ണി നോക്കുമ്പോൾ എത്ര വരാം? ഇതാണ് 9th item വരാം, 29 ആണ് വരാം. ദാറ്റ് ഈസ് 29. സോ quartile deviation is equal to Q3 minus Q1 by 2, that is 29 minus 10 by 2, that is 19 by 2, that is 9.5. Interquartile range എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ വേണ്ട, by 2യുടെ ആവശ്യമില്ല. that is Q3 minus Q1 by 9. Sorry, Q3 minus Q1, that is 19.
and interquartile range. So coefficient of quartile deviation is equal to Q3 minus Q1 by Q3 plus Q1, that is 29 minus 10 by 29 plus 10, that is 19 by 39, that is 0.49. Then quartile deviation in discrete frequency. നോക്കാം, ഫോർമുല ഇതാണ്. സൈസ് ഓഫ് കണ്ട ഇവിടെ സ്മോളിൻ്റെ വീട് ക്യാപിറ്റൽ എന്ന് വന്നു. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സം ഓഫ് ഓൾ ഫ്രീക്വൻസീസ്. ക്യാപിറ്റൽ N plus 1 by 4th item, Q3 is equal to size of capital N plus 1 by 4 into 3th item, where N is equal to sigma f. Find the quartile deviation. Size is തന്നിട്ടുണ്ട്. ഇതാണ് തന്നിട്ടുള്ള ഡാറ്റ. നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ താഴോട്ട് എടുത്ത് എഴുതി, സൈസ് താഴോട്ടേക്ക് എഴുതി, ഫ്രീക്വൻസി താഴോട്ടേക്ക് എഴുതി. നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മീൻ ഡീവിയേഷൻ തന്നെ ഉദ്ദേശിക്കുന്നത്, സോറി മീഡിയൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് വേണം? മീഡിയനിൽ നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ ചെയ്ത് നമുക്ക് ഓർമ്മയില്ലേ? സോറി, മീഡിയനിൽ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്ത് ഓർമ്മയില്ലേ? അതിന് ഇവിടെ എഴുതണം. വാല്യൂസ് സൈസുകൾ ഫുള്ള് താഴേക്ക് എടുത്ത് എഴുതി, ഫ്രീക്വൻസി ഫുള്ള് താഴേക്ക് എടുത്ത് എഴുതി. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്തായിരുന്നു? ഫസ്റ്റ് ഫ്രീക്വൻസി എടുത്ത് എഴുതുക, ദെൻ 10 plus 3 13, then 13 plus 5 13 plus 15 28, 28 plus 20 48, 48 plus 8 56, 56 plus 7 63, 63 plus 6 69. ആ 69ഉം ടോട്ടൽ ഫ്രീക്വൻസിയും സെയിം വേണം, എന്നാലും നമ്മൾ ചെയ്ത് ശരിയാവുമെന്ന് മനസ്സിലാവുള്ളൂ. സെയിം ആണ്. പിന്നെ എന്താ Q1 എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് N plus 1 by 4th item, ദാറ്റ് ഈസ് സൈസ് ഓഫ് 70 by 4th item. 70 by 4 എന്ന് പറഞ്ഞാൽ എത്രയാ? സൈസ് ഓഫ് 70 by 4 എന്ന് പറഞ്ഞാൽ 17.5th item. അപ്പോൾ ഈ 17.5 വരുന്നത് എവിടെയാ? 17.5 വരുന്നത് ഈ ഇതിലാണ് 17.5 വരുന്നത്. അതുകൊണ്ട് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചത്. അപ്പോൾ N by 4. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര വരുന്നത്? 10 ആണ്. അപ്പോൾ അതാണ് ഇവിടെ വന്നത് 17.5. 17.5 includes in cumulative frequency 28. ആ 28ന് കറസ്പോണ്ടിങ് ആയുള്ള വാല്യൂ എത്രയാണ്? 10. സോ ദിസ് റെഫേഴ്സ് ടു സൈസ് 10. ഇതാണ് Q1. അതുപോലെ Q3 എന്താ വരിക? ഇത് 17.5. അതിൻ്റെ കൂടെ 3 കൊണ്ട് അതിനെ 3 കൊണ്ട് കൂടെ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? Q3 is equal to size of N plus 1 by 4 into 3rd item, that is 70 by 4 into 3, that is 52th item. 52.5th item. അപ്പോൾ ഇവിടെ 52 വരുന്നത് എവിടെയാണ്? 42 52 വരുന്നില്ല, 56-നുള്ളിലാണ് 52 വരുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ട് വരുന്ന വാല്യൂ എത്രയാണ്? 19 ആണ്. സോ ഇറ്റ് ഈസ് 19. അപ്പോൾ എന്ത് വരും? ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു Q3 minus Q1 by 2, that is 19 minus 10 by 2, that is 4.5. ഇതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. Then quartile deviation in continuous frequency distribution. In the case of continuous frequency distribution, Q1 is equal to size of N by 4th item and Q3 is equal to N by 4 into 3rd item. These two formula give us the classes in which the quartile lies. Okay, ഇതെന്ന് പറയുന്നത് നമുക്ക് പറയാം Q1 എന്ന് പറഞ്ഞാൽ L1 plus N by 4 minus EF by F ആണ് into C. Q3 എന്ന് പറഞ്ഞാൽ L plus 3N by 4 minus EF by F into C ആണ്. നമുക്ക് മീഡിയൻ എന്താണെന്ന് ഓർമ്മയില്ലേ? മീഡിയൻ്റെ ഫോർമുല എന്തായിരുന്നു? L plus N by 2 എന്നായിരുന്നു ഇവിടെ. ഇവിടെ L1 ആയപ്പോൾ N by 4, Q1 ആയപ്പോൾ N by 4, Q3 ആയപ്പോൾ 3N by 4. അപ്പോൾ Q2 ആകുമ്പോഴോ N by 4, 2N by 4 എന്നാ വരാം. അപ്പോൾ 2N by 4, 2N by 4 എന്നാണ് വരേണ്ടത്. ആ 2ഉം 4ഉം കെട്ടി പറയുമ്പോൾ N by 2 എന്ന് വരും. നമുക്ക് എന്താ മീഡിയൻ്റെ ഫോർമുല? L1 plus N by 2 minus CF by F into C എന്നായിരുന്നു അല്ലേ? അത് തന്നെയാണ് ഇവിടെ വരുന്നത്. Q2 എന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയൻ ആണ്. ഓക്കെ, Q2 എന്ന് പറഞ്ഞാൽ മീഡിയൻ ആണ്. L1 എന്താണ്? L1 is the limit of the lower limit of the quartile class. ഈ quartile class കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത്. F is the frequency of the class, CF is the cumulative frequency of the preceding class, C is the class interval of the quartile class. Problem ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. Obtain the quartile measure of dispersion and the coefficient for the data given below. നമ്മൾ എന്ത് എഴുതി? സൈസ് എടുത്ത് എഴുതി, ക്ലാസ്സുകൾ ഫ്രീക്വൻസികൾ എടുത്ത് എഴുതി,
then cumulative frequency കണ്ടുപിടിച്ചു 15 ആദ്യം എഴുതി 15 plus 30 45 45 plus 53 98 98 plus 75 173 173 plus 100 273 273 plus 110 383 383 plus 115 498 498 plus 125 623 കണ്ടോ 623 തന്നെ ഇവിടെയും വന്നു. ഇനി എന്താ ചെയ്യുക n/4 കണ്ടുപിടിക്കുക. then 3n/4 കണ്ടുപിടിക്കുക. Q1 എന്ന് പറഞ്ഞാൽ size of n/4th item, that is size of 623/4th item, that is size of 155.75th item. ഓക്കെ 155 വരുന്നത് എവിടെയാ കണ്ടോ ഇവിടെ 98 ആയിട്ടുള്ളൂ, ഇവിടെ 173 അപ്പോൾ ഇവിടെയാണ് 155 വരാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് എടുക്കേണ്ടത് എത്രയാണ്? ഇതാണ് നമ്മുടെ മീഡിയം ക്ലാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വാർട്ടൈൽ ക്ലാസ് എന്ന് പറയുന്നത്. 30-40 ക്വാർട്ടൈൽ ക്ലാസ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ L1 ഉം F1 ഒക്കെ എടുക്കേണ്ടത്. സോ Q1 is equal to L1 plus n/4 minus CF/F into C. ദാറ്റ് ഈസ് L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് അത് 30 ആണ്. 30 പ്ലസ് n/2 n/4 എന്ന് പറഞ്ഞാൽ 155.75 മൈനസ് CF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിനെ തൊട്ട് മുമ്പ് വരുന്ന CF, ഇതാണ് പ്രിസീഡിങ്. കണ്ടോ ഈ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിലെ ഇതാണ് നമ്മുടെ ക്ലാസ് ക്വാർട്ടൈൽ ക്ലാസ്. ഇതിൻ്റെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി തൊട്ട് മുമ്പ് വരുന്ന ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി അതാണ് 98. സോ ഇറ്റ് ഇസ് 98/F. F എന്ന് പറഞ്ഞാൽ എന്താ ഫ്രീക്വൻസി 75. ദാറ്റ് ഈസ് 30 പ്ലസ് ഇൻറ്റു ഓക്കെ സി എന്ന് പറഞ്ഞാൽ ക്ലാസ് ലെങ്ത്. കണ്ടോ എല്ലാം ലെങ്ത് 10 വീതം ഇവിടെ മാറുന്നത് 60 70 70 80 10 ആണ്. 10 ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് വരുമ്പോൾ ഇത് കിട്ടും നമുക്ക്. അപ്പോൾ Q3 എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് n/4 ഇൻറ്റു 3th ഐറ്റം, ദാറ്റ് ഈസ് സൈസ് ഓഫ് n/4 എന്ന് പറഞ്ഞാൽ ഇതായിരുന്നല്ലോ 155.75 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എന്ത് വരും? 467 വരും. 0.5 അതിവിടെ വരുന്നത് എവിടെയാണ്? ഇവിടെ 383 വരുള്ളൂ. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ആവശ്യമായ നമ്പർ വരുന്നത് 467 വരുന്നത് ഇവിടെ വരുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ക്ലാസ്. ഇനി ഇവിടുത്തെ Q3 കണ്ടുപിടിക്കുള്ള L1 ഉണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? Q3 കണ്ടുപിടിക്കുമ്പോഴുള്ള L1 എന്താ വേണ്ടത്? 60. CF എന്താ വേണ്ടത്? 498 തൊട്ട് മുമ്പുള്ളത് 383. അപ്പോൾ Q3 is equal to then ഇതാണ് നമ്മുടെ ക്വാർട്ടൈൽ ക്ലാസ്. ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? Q3 is equal to L1 plus 3n minus 4 minus CF/F into C. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇത് കിട്ടി. അപ്പോൾ quartile measure of dispersion, quartile deviation is equal to Q3 minus Q1 by 2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇത് കിട്ടി. then coefficient of quartile deviation പറഞ്ഞാൽ Q3 minus Q1 by Q3 plus Q1. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇത് കിട്ടി. ഇതാണ് quartile deviation. നിങ്ങൾ ഓർത്ത് വയ്ക്കണം quartile deviation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻ തന്നെയാണ്. മീഡിയൻ അല്ല, Q2 എന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയൻ തന്നെയാണ്. അപ്പോൾ മീഡിയൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കിട്ടും. മീഡിയനിൽ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മളിവിടെ ചെയ്തത്. അവിടെ മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ചു, ഇവിടെ ആകുമ്പോൾ ക്വാർട്ടൈൽ ക്ലാസ് കണ്ടുപിടിച്ചു എന്ന് മാത്രം. ഈ പ്രോബ്ലംസ് ഒക്കെ തന്നെ ചെയ്ത് നോക്കാം. അടുത്ത ക്ലാസ്സിൽ മറ്റു പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം.